നമ്മൾ ന്യൂക്ലിയർ ചെയിൻ റിയാക്ഷൻസ് ആയിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ അതൊന്നും കൂടെ പറയാം. ന്യൂക്ലിയർ ചെയിൻ റിയാക്ഷൻസ് ഈസ് എ fission reaction where the neutrons from the previous step continue to propagate and repeat the reaction. അതായത് ഒരു ന്യൂക്ലിയർ ഫിഷൻ നടന്നു, അവിടെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് കുറച്ച് ന്യൂട്രോൺസ് ഫോം ചെയ്തു. ആ ന്യൂട്രോൺസ് വീണ്ടും ഫിഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ അങ്ങനത്തെ ടൈപ്പ് ഓഫ് റിയാക്ഷൻസിനെയാണ് ന്യൂക്ലിയർ ചെയിൻ റിയാക്ഷൻസ് എന്ന് പറയുന്നത്. A chain reaction continues till most of the original nuclei in the given sample is fissioned. ഒറിജിനൽ ന്യൂക്ലിയയിലുള്ള ഒറിജിനൽ ന്യൂക്ലിയെ കംപ്ലീറ്റ്ലി ഫിഷൻ ചെയ്ത് തീരുന്നിടം വരെ, ഈ ഒറിജിനൽ ന്യൂക്ലിയ കംപ്ലീറ്റ്ലി ഫിഷൻ ചെയ്ത് തീരുന്നിടം വരെ ഈ ന്യൂക്ലിയ ചെയിൻ റിയാക്ഷൻസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. Not all the neutrons released in the reaction are used up in propagating the chain reaction. Some of them are lost to the surroundings. അതായത് ഇപ്പൊ നമ്മൾ ഒരു പെർട്ടിക്കുലർ ഫിഷൻ റിയാക്ഷൻ നടന്നപ്പോഴത്തേനും 3 ന്യൂട്രോൺസ് ഫോം ചെയ്തു. ഈ 3 ന്യൂട്രോൺസും കൂടെ പോയിട്ട് അടുത്ത ചെയിൻ റിയാക്ഷൻ കണ്ടിന്യൂ ചെയ്യിക്കത്തില്ല. ഇതിൽ കുറച്ച് ന്യൂട്രോൺസ് സറൗണ്ടിങ്ങിലോട്ട് അങ്ങ് എസ്കേപ്പ് ചെയ്യും. ബാക്കി ന്യൂട്രോൺസ് ആണ് പോയി വീണ്ടും ഈ ഹെവി ന്യൂക്ലിയെ ക്യാപ്ചർ ചെയ്ത് ഹെവി ന്യൂക്ലിയർ വഴി ക്യാപ്ചർ ചെയ്തിട്ട് വീണ്ടും ഫെർദർ ചെയിൻ റിയാക്ഷൻസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ഫോം ചെയ്യുന്ന ന്യൂട്രോൺസ് കംപ്ലീറ്റ്ലി അടുത്ത ചെയിൻ റിയാക്ഷൻസിനെ പ്രൊപ്പഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കത്തില്ല. കുറച്ച് പേര് സറൗണ്ടിങ്സിലോട്ട് എസ്കേപ്പ് ചെയ്തുകൊണ്ടിരിക്കും. For a chain reaction to occur, the sample of the fissionable material should be large enough to capture the neutron internally. അപ്പം ഈ ന്യൂക്ലിയർ ചെയിൻ റിയാക്ഷൻസ് കണ്ടിന്യൂ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഇനിഷ്യലി ഉള്ള നമ്മുടെ ന്യൂക്ലിയർ ഫിഷൻ റിയാക്ഷൻ പോസിബിൾ ആവുന്ന ആളുണ്ടല്ലോ, ആക്കുന്ന ആള്, ആ ഫിഷനിൽ ഇൻവോൾവ് ചെയ്യുന്ന ആള്, അയാളുടെ സൈസ് നല്ല ലാർജർ സൈസ് ആയിരിക്കണം. അതായത് വരുന്ന ഈ ന്യൂട്രോൺസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ സൈസുള്ള ആളുകളാണെങ്കിൽ മാത്രമേ എന്ത് സാധ്യമാവത്തുള്ളൂ, ഈ ചെയിൻ റിയാക്ഷൻസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കത്തുള്ളൂ. ഇയാള് എപ്പോഴാണോ ഒരു ചെറിയ സൈസിലോട്ട് മാറുന്നത്, ഈ ന്യൂട്രോണിനെ ക്യാപ്ചർ ചെയ്യാൻ പറ്റാണ്ട് ആവുന്നത്, പിന്നെ ഈ ചെയിൻ റിയാക്ഷൻസ് കണ്ടിന്യൂ ചെയ്തില്ല. അപ്പൊ ഇതിന്റെ സൈസ് ഫിഷൻ റിയാക്ഷനിൽ ഇൻവോൾവ് ചെയ്യുന്ന ആ ഹെവി ന്യൂക്ലിയയുടെ സൈസ് ലാർജ് ആണെങ്കിൽ മാത്രമേ ഈ വരുന്ന ന്യൂട്രോൺസിനെ ക്യാപ്ചർ ചെയ്ത് ചെയിൻ റിയാക്ഷൻസ് കണ്ടിന്യൂ ചെയ്യിക്കത്തുള്ളൂ. ഇനി ഇഫ് ദി സാമ്പിൾ ഈസ് ടു സ്മോൾ, മോസ്റ്റ് ന്യൂട്രോൺസ് വിൽ എസ്കേപ്പ് ഫ്രം ഇറ്റ് സർഫസ് thereby by breaking the chain. അതായത് നമ്മുടെ ഈ സാമ്പിള് ഇനിഷ്യലി എടുക്കുന്ന സാമ്പിള് ചെറുതാണെങ്കിൽ, വളരെ ചെറുതാണെന്നുണ്ടെങ്കിൽ മോസ്റ്റ് ഓഫ് ദി ന്യൂട്രോൺസ് വിൽ എസ്കേപ്പ് ഫ്രം ഇറ്റ് സർഫസ് thereby breaking the chain. ന്യൂട്രോൺസ് ക്യാപ്ചർ ചെയ്ത് ഇവരുടെ സർഫസിൽ ഇരിക്കത്തില്ല, അവർ പെട്ടെന്ന് തന്നെ എസ്കേപ്പ് ചെയ്യും. എസ്കേപ്പ് ചെയ്ത് പോകുമ്പോൾ എന്ത് സംഭവിക്കുന്ന വെച്ചാൽ ഈ ചെയിൻ റിയാക്ഷൻസ് അങ്ങ് ബ്രേക്ക് ചെയ്യും. ചെയിൻ ബ്രേക്ക് ചെയ്തിട്ട് അവിടെ വെച്ചിട്ട് ഈ ന്യൂക്ലിയർ ചെയിൻ റിയാക്ഷൻ അങ്ങ് സ്റ്റോപ്പ് ചെയ്യും, പിന്നെ കണ്ടിന്യൂ ചെയ്യത്തില്ല. അതാണ് പറഞ്ഞത്, ചെയിൻ റിയാക്ഷൻ നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ന്യൂട്രോൺസിനെ ക്യാപ്ചർ ചെയ്യാൻ പറ്റത്തക്ക വിധത്തിൽ ലാർജർ സൈസ് ആയിരിക്കണം സാമ്പിളിന്. ഇയാളുടെ സൈസ് എപ്പോഴാണോ ചെറിയ സൈസ് ആയിട്ട് മാറുന്നത്, പിന്നെ അയാൾക്ക് ന്യൂട്രോൺസിനെ ക്യാപ്ചർ ചെയ്ത് വെക്കാനും പറ്റത്തില്ല, ന്യൂക്ലിയർ ചെയിൻ റിയാക്ഷൻസ് കണ്ടിന്യൂ ചെയ്യാനും പറ്റത്തില്ല, പിന്നെ ന്യൂക്ലിയർ ചെയിൻ റിയാക്ഷൻസ് അവിടെ വെച്ചിട്ട് ബ്രേക്ക് ചെയ്യും. The minimum mass of the fissionable material required to sustain the chain reaction is called critical mass. അപ്പൊ ക്രിട്ടിക്കൽ മാസ് എന്താണെന്ന് വെച്ചാൽ ഈ ചെയിൻ റിയാക്ഷൻ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സാമ്പിളിന് വേണ്ടുന്ന മിനിമം മാസിനെയാണ് എന്തെന്ന് പറയുന്നത്, ക്രിട്ടിക്കൽ മാസ് എന്ന് പറയുന്നത്. ക്രിട്ടിക്കൽ മാസിനെക്കാട്ടിൽ കുറഞ്ഞ മാസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ അവര് ഫിഷൻ റിയാക്ഷൻസ് നടത്തത്തില്ല. അപ്പൊ ഒരു മിനിമം ക്രിട്ടിക്കൽ മാസ് ഉണ്ടെങ്കിൽ മാത്രമേ അവര് എന്തിനു പോസിബിൾ ആവത്തുള്ളൂ, ചെയിൻ റിയാക്ഷൻസ് കണ്ടിന്യൂ ചെയ്യത്തുള്ളൂ. ക്രിട്ടിക്കൽ മാസിനെക്കാട്ടിലും കൂടുതൽ മാസം ഉള്ളവരോ ആണെങ്കിൽ മാത്രം അവർ ഫിഷൻ റിയാക്ഷൻ അല്ലെങ്കിൽ ന്യൂക്ലിയർ ചെയിൻ റിയാക്ഷൻസ് കണ്ടിന്യൂ ചെയ്യിക്കത്തുള്ളൂ. ക്രിട്ടിക്കൽ മാസിനെക്കാട്ടി കുറവാണ് സാമ്പിളിന്റെ മാസ് എന്നുണ്ടെങ്കിൽ ചെയിൻ റിയാക്ഷൻസ് അവിടെ വെച്ചിട്ട് ബ്രേക്ക് ചെയ്യും. സോ ഇത്രയാണ് ന്യൂക്ലിയർ ചെയിൻ റിയാക്ഷൻസിന്റെ കേസിൽ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ. അടുത്തത് ആറ്റം ബോംബ്. Atom bomb work on the principle of the fast fission chain reaction. ഫിഷൻ റിയാക്ഷന്റെ ആപ്ലിക്കേഷനിൽ വർക്ക് ചെയ്യുന്നതാണ് ആറ്റം ബോംബ് എന്ന് പറയുന്നത്. അപ്പൊ അത് ഓർത്തിരിക്കേണ്ട കാര്യമാണ്. ഫിഷൻ ആണോ ഫ്യൂഷൻ ആണോ ആറ്റം ബോംബിന്റെ വർക്കിംഗിൽ ആപ്ലിക്കബിൾ ആയിട്ടുള്ളതെന്ന് ചോദിച്ചാൽ ഓർത്തിരിക്കണം, ഫിഷൻ ചെയിൻ റിയാക്ഷൻസ് ആണ് ആറ്റം ബോംബിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ദ അൺകൺട്രോൾഡ് ചെയിൻ റിയാക്ഷൻ റിസൾട്ടിംഗ് ഇൻ ദി സഡൻ എക്സ്പ്ലോഷൻ ഓഫ് എ ഫിഷനബിൾ മെറ്റീരിയൽ ഫോംസ് ദി ബേസിസ് ഓഫ് ദി പ്രൊഡക്ഷൻ ഓഫ് ആറ്റം ബോംബ്. അതായത് നമ്മൾ പറഞ്ഞു ചെയിൻ റിയാക്ഷൻസ് നിൽക്കുമല്ല, ഫിഷൻ നടന്നു, ന്യൂട്രോൺസിനെ ഫോം ചെയ്യിക്കുന്നു, ഈ ന്യൂട്രോൺസ് പോയിട്ട് വീണ്ടും അടുത്ത ഹെവി ന്യൂക്ലിയസിനെ
പോയി കൊളൈഡ് ചെയ്തിട്ട് ഈ റിയാക്ഷൻ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പൊക്കോണ്ടിരിക്കുവാണ്. അപ്പൊ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നതിന്റെ ഫലമായിട്ട് ആര് എക്സസ് ആയിട്ട് ലിബറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്, ഓരോ സ്റ്റെപ്പിലും എക്സസ് ആയിട്ട് എനർജിയെ പുറത്തോട്ട് ലിബറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ഒരു പരിധി കഴിയുമ്പോഴത്തേന് എന്ത് സംഭവിക്കും, ഈ എനർജി എല്ലാം കൂടെ ഭയങ്കരമായിട്ട് കൂടിയിട്ട് ഇവര് എക്സ്പ്ലോഡ് ചെയ്യും, എക്സ്പ്ലോഷൻസ് നടക്കും. അപ്പൊ ആ ഒരു പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് ആറ്റം ബോംബിന്റെ ഫംഗ്ഷൻ. അതായത് ന്യൂക്ലിയർ ചെയിൻ ഫിഷൻ റിയാക്ഷൻസ് കണ്ടിന്യൂസ് ചെയിൻ റിയാക്ഷൻസ് ആയിട്ടങ്ങ് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ലിബറേറ്റ് ചെയ്യുന്ന എനർജിയുടെ അളവെന്ന് പറഞ്ഞാൽ ഭയങ്കര കൂടുതലായിരിക്കും. അപ്പം അതിന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതിനെക്കാട്ടിലും കൂടുതൽ എനർജി അവിടെ ലിബറേറ്റ് ചെയ്യുമ്പോഴത്തേന് എക്സ്പ്ലോഷൻസ് നടക്കാനുള്ള ചാൻസസ് കൂടും. സോ ആ എക്സ്പ്ലോഷൻസ് വെച്ചിട്ടാണ് ആറ്റം ബോംബിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. അടുത്ത് നമുക്ക് ആറ്റം ബോംബ് കഴിഞ്ഞിട്ട് ഇനിയുള്ളത് ന്യൂക്ലിയർ റിയാക്ടർ ആണ്. അപ്പൊ നോക്ക്, കൺട്രോൾഡ് ഫിഷൻ ഈസ് ക്യാരിഡ് ഔട്ട് ഇൻ എ സ്പെഷ്യലി ഡിസൈൻ പ്ലാൻ കോൾഡ് ന്യൂക്ലിയർ പവർ റിയാക്ടർ ഓർ ന്യൂക്ലിയർ റിയാക്ടർ. അപ്പൊ ന്യൂക്ലിയർ റിയാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ പറഞ്ഞ ഫിഷൻ ചെയിൻ റിയാക്ഷൻസ് ഉണ്ടല്ലോ, ഈ ഫിഷൻ ചെയിൻ റിയാക്ഷൻസിനെ ഒരു കൺട്രോൾഡ് മാനറിൽ ഒരു പവർ പ്ലാന്റിൽ ഡിസൈൻ ചെയ്തേക്കുന്നതിനെയാണ് നമ്മൾ ന്യൂക്ലിയർ പവർ റിയാക്ടർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ന്യൂക്ലിയർ റിയാക്ടർ എന്ന് പറയുന്നത്. ആറ്റം ബോംബിന്റെ കേസിൽ എന്താ സംഭവിച്ചത്, അത് അൺകൺട്രോളബിൾ ആയിരുന്നു. അൺകൺട്രോളബിൾ ആയിട്ട് വന്നപ്പോഴത്തേന് അവർക്ക് ആ എനർജി എല്ലാം കൂടെ എന്താ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോഴത്തേനും അത് എക്സ്പ്ലോഡ് ചെയ്യുന്നു. അങ്ങനെയാണ് എക്സ്പ്ലോഷൻസ് നടക്കുന്നു. അതാണ് ആറ്റം ബോംബിൽ സംഭവിക്കുന്നത്. പക്ഷെ ന്യൂക്ലിയർ റിയാക്ടറിൽ എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്, ഈ എനർജിയെ ഓരോ ന്യൂക്ലിയർ ഫിഷൻ റിയാക്ഷൻ ഇങ്ങനെ ചെയിൻ റിയാക്ഷൻസ് ആയിട്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേനും ഓരോ സ്റ്റേജിലും പ്രൊഡ്യൂസ് ചെയ്യുന്ന എനർജി അവിടെ കൺട്രോൾഡ് ലെവലിലാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അതായത് എക്സ്പ്ലോഷൻസ് ഒന്നും നടക്കാത്ത രീതിയിൽ കൺട്രോൾഡ് ആയിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ കൺട്രോൾഡ് കണ്ടീഷൻസിൽ നടക്കുന്ന ഫിഷൻ, അതാണ് ഈ ന്യൂക്ലിയർ റിയാക്ടേഴ്സിൽ നടക്കുന്നത്. കൺട്രോൾഡ് ഫിഷൻ ആണ് നടക്കുന്നത്. ആറ്റം ബോംബിന്റെ കേസിൽ അൺകൺട്രോൾഡ് ഫിഷൻ ആയിരുന്നു എക്സ്പ്ലോഷൻസിന് കാരണം. അതായിരുന്നു അവിടുത്തെ പ്രിൻസിപ്പിൾ. ന്യൂക്ലിയർ റിയാക്ടറിന്റെ കേസിലുള്ള പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ കൺട്രോൾഡ് ഫിഷൻ ആണ് ന്യൂക്ലിയർ റിയാക്ടറിന്റെ കേസിൽ. അപ്പൊ ഇവിടെ ഓർത്ത് വെച്ചേക്കണം, ന്യൂക്ലിയർ റിയാക്ടറിലും ഫിഷൻ ആണോ ഫ്യൂഷൻ ആണോ എന്ന് ചോദിച്ചാൽ കൺട്രോൾഡ് ഫിഷൻ ആണ് ന്യൂക്ലിയർ റിയാക്ടറിന്റെയും ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഹിയർ ദ ചെയിൻ റിയാക്ഷൻ ഈസ് കൺട്രോൾഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ഓൺ ആൻ ആവറേജ് 1 ന്യൂട്രോൺ ഈസ് ലെഫ്റ്റ് ഫ്രം ഈച്ച് ഫിഷൻ ടു എക്സൈറ്റ് ഫർദർ ഫിഷൻ. ദ ചെയിൻ റിയാക്ഷൻ ദസ് വിത്തിൻ കൺട്രോൾ. അതായത് ഇവിടെ എങ്ങനെയാണ് ഇവർ കൺട്രോൾഡ് മാനറിലാണ് നടക്കുന്നതെന്ന് പറഞ്ഞത്. ഇനി എങ്ങനെയാണ് ആ കൺട്രോൾഡ് മാനർ അവിടെ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തിയിരിക്കുന്നത്, അതായത് an average 1 neutron is left from each fission to excite further fission. അപ്പോൾ ഓരോ സ്റ്റെപ്പിലും പ്രൊഡ്യൂസ് ചെയ്യുന്ന ന്യൂട്രോൺസ് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. ഓരോ സ്റ്റെപ്പിലും പ്രൊഡ്യൂസ് ചെയ്യുന്ന ന്യൂട്രോൺസ് വീണ്ടും ഫർദർ ഫിഷൻ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പം ഈ ന്യൂട്രോൺസ് എല്ലാം കൂടെ ഒരു കൺട്രോളും ഇല്ലാതെ പോയി ഫർദർ ചെയിൻ റിയാക്ഷൻസ് അങ്ങ് നടത്തുമ്പോഴത്തേനാണ് എക്സ്പ്ലോഷൻസ് നടക്കുന്നത്. പക്ഷേ ഇവിടെ കൺട്രോൾഡ് മാനറിലാണ് ന്യൂക്ലിയർ റിയാക്ടേഴ്സിൽ ഇത് നടത്തുന്നത്. അപ്പൊ കൺട്രോൾഡ് മാനറിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവര് അറ്റ് എ ടൈം ഒരു ന്യൂട്രോണിനെ മാത്രമേ അലോ ചെയ്യത്തുള്ളൂ അടുത്ത സാമ്പിളിൽ പോയിട്ട് കൊളൈഡ് ചെയ്ത് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അറ്റ് എ ടൈം ഒരു ന്യൂട്രോണിനെ വെച്ചിട്ട് അതിനെ അലോ ചെയ്യത്തുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് എന്താണ്, ആൻ ആവറേജ് 1 ന്യൂട്രോൺ ഈസ് ലെഫ്റ്റ് ഫ്രം ഈച്ച് ഫിഷൻ ടു എക്സൈറ്റ് ഫർദർ ഫിഷൻ. അതായത് ഒരു ഫിഷൻ റിയാക്ഷനിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ന്യൂട്രോൺ ആണ് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നുള്ളൂ, അടുത്ത സാമ്പിളിനെ എക്സൈറ്റ് ചെയ്ത് ഫിഷൻ റിയാക്ഷൻ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് ചെയിൻ റിയാക്ഷൻ ദസ് ഇൻ എ കൺട്രോൾ. അപ്പൊ ഒരു കൺട്രോൾഡ് മാനറിലാണ് അവിടെ നടക്കുന്നത്. അൺകൺട്രോളബിൾ ആയിട്ട് ഓരോ സ്റ്റേജിലും ഉണ്ടാകുന്ന ന്യൂട്രോൺസ് മൊത്തത്തിൽ പോയി അടുത്ത ഫിഷൻ റിയാക്ഷനിൽ ഇൻവോൾവ് ചെയ്യുന്നില്ല. ഓരോ ന്യൂട്രോൺ വെച്ചിട്ട് ഓരോ സ്റ്റെപ്പിലും ഫോം ചെയ്യുന്ന ഓരോ ന്യൂട്രോൺസ് വെച്ചിട്ട് ഈ ചെയിന് കണ്ടിന്യൂ ചെയ്യിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ന്യൂക്ലിയർ റിയാക്ടറിൽ ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറഞ്ഞാൽ ഒരു കൺട്രോൾഡ് മാനറിലാണ് നടക്കുന്നത്. പിന്നെ ഇനി പറയുന്ന പോയിന്റ്സ് എല്ലാം 1 മാർക്കിന് ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്ന പോർഷൻസ് ആണ്. സോ ഓർത്ത് വെച്ചിരിക്കുക, നമ്മൾ ന്യൂക്ലിയർ റിയാക്ടേഴ്സിൽ യൂസ് ചെയ്യുന്ന ഇലക്ട്രോഡ്സ് എന്ന് പറഞ്ഞാൽ കാഡ്മിയം റോഡ്സ് ആണ് ജനറലി യൂസ് ചെയ്യുന്നത്. കാഡ്മിയം റോഡ് ഇവിടെ യൂസ് ചെയ്യുന്നതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഇറ്റ് അബ്സോർബ്സ് ദി എക്സസ് ഓഫ് ന്യൂട്രോൺ. നമ്മൾ പറഞ്ഞു ഒരു ന്യൂട്രോണിനെ മാത്രമേ അടുത്ത ആളെ പോയി കൊളൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പൊ ബാക്കി ന്യൂട്രോൺസിനെ ഫിഷൻ റിയാക്ഷനിൽ ഇൻവോൾവ് ചെയ്യാണ്ട് എക്സസ് ആയിട്ടുള്ള ബാക്കി ന്യൂട്രോൺസിനെ എല്ലാം കൂടെ അബ്സോർബ് ചെയ്യുന്ന ആളാണ് കാഡ്മിയം റോഡ്സ്. അപ്പം ക്വസ്റ്റ്യൻ വരാം, ന്യൂക്ലിയർ റിയാക്ടേഴ്സിൽ എക്സസ് ഓഫ് ന്യൂട്രോൺസിനെ
അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് യൂസ് ചെയ്യുന്നത്? കാഡ്മിയം റോഡ്സ് ആണ് ജനറലി യൂസ് ചെയ്യുന്നത്. 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വരാവുന്ന ക്വസ്റ്റ്യൻ ആണ്, നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. കാഡ്മിയം റോഡ്സ് ആണ് എക്സസ് ഓഫ് ന്യൂട്രോൺസിനെ അബ്സോർബ് ചെയ്യുന്നത്. ഇനി അടുത്ത പോലെ നോക്ക്. ദ ന്യൂട്രോൺസ് പെർമിറ്റഡ് ടു കോസ് ദ ഫിഷൻ ആർ സ്ലോ ഡൗൺ ബൈ പാസിംഗ് ത്രൂ മോഡറേറ്റേഴ്സ് സച്ച് ഗ്രാഫൈറ്റ് ആൻഡ് ഹെവി വാട്ടർ. അടുത്ത 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. നമ്മൾ ന്യൂക്ലിയർ റിയാക്ടേഴ്സിൽ മോഡറേറ്റേഴ്സ് ആയിട്ട് ജനറലി യൂസ് ചെയ്യുന്ന ആരാണ്? മോഡറേറ്റർ എന്ന് വെച്ചാൽ അവിടുത്തെ ന്യൂട്രോൺസ് ഫോം ചെയ്യുമല്ലോ ഓരോ സ്റ്റെപ്പിൽ. അപ്പൊ ആ ന്യൂട്രോൺസിന്റെ സ്പീഡിനെ കൺട്രോൾ ചെയ്യുന്നവരാണ് ഈ മോഡറേറ്റർ. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ന്യൂക്ലിയർ റിയാക്ടേഴ്സിന്റെ കേസിൽ മോഡറേറ്റേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് ആരൊക്കെയാണ്? ഗ്രാഫൈറ്റും ഹെവി വാട്ടറും ആണ് ജനറലി ന്യൂക്ലിയർ റിയാക്ടേഴ്സിൽ മോഡറേറ്റേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. മോസ്റ്റ് ഓഫ് ദി ഫിഷൻ എനർജി റിലീസ്ഡ് ഇൻ ദ ഫോം ഓഫ് ഹീറ്റ് ആൻഡ് ക്യാൻ ബി പുട്ട് ടു യൂസ്ഫുൾ പർപ്പസ്. പിന്നെ ന്യൂക്ലിയർ റിയാക്ടറിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ന്യൂക്ലിയർ റിയാക്ടറിൽ ഫിഷൻ എനർജിയെ യൂഷ്വലി റിലീസ് ചെയ്യുന്നത് ഇൻ ദ ഫോം ഓഫ് ഹീറ്റ് ആയിട്ടായിരിക്കും. ഓരോ ഫിഷൻ റിയാക്ഷനിൽ കഴിഞ്ഞിട്ട് എക്സസ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നു പറഞ്ഞു. പക്ഷെ ഇവിടെ കൺട്രോൾഡ് മാനറിലാണ് ആ എനർജിയെ ലിബറേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ യൂഷ്വലി ന്യൂക്ലിയർ റിയാക്ടറിൽ ഈ ഫിഷൻ നടന്നിട്ട് എനർജിയെ റിലീസ് ചെയ്യുന്നത് ഹീറ്റിന്റെ ഫോമിലാണ്. എന്നിട്ട് എന്ത് ചെയ്യും? ഈ ഫോം ചെയ്യുന്ന ഹീറ്റിനെ എന്തെങ്കിലും യൂസ്ഫുൾ പർപ്പസിന് വേണ്ടി ഇവർ യൂസ് ചെയ്യും. ആ ബൈ പ്രോഡക്റ്റ് ആയിട്ട് ഫോം ചെയ്യുന്ന ഹീറ്റിനെ വേറെ എന്തെങ്കിലും യൂസ്ഫുൾ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും. അപ്പൊ ന്യൂക്ലിയർ റിയാക്ടേഴ്സിന്റെ കേസിൽ ഓർത്തു വെച്ചിരിക്കേണ്ട കാര്യങ്ങൾ, അവിടുത്തെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ കൺട്രോൾഡ് ഫിഷൻ ആണ് ന്യൂക്ലിയർ റിയാക്ടറിലെ ബേസിക് പ്രിൻസിപ്പിൾ. അവിടെ ഓരോ സ്റ്റെപ്പിലും ഫിഷന്റെ ഓരോ സ്റ്റെപ്പിലും കുറെ ന്യൂട്രോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷെ ആ എല്ലാ ന്യൂട്രോൺസും കൂടെ ചെന്നിട്ട് ചെയിൻ റിയാക്ഷൻ കണ്ടിന്യൂ ചെയ്യത്തില്ല. ഓരോ സ്റ്റെപ്പിലും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ന്യൂട്രോൺ ആണ് പിന്നെ അടുത്ത ചെയിൻ റിയാക്ഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. പിന്നെ ഓർക്കണം, ആ ന്യൂക്ലിയർ റിയാക്ടേഴ്സിൽ ഓരോ സ്റ്റേജിലും പ്രൊഡ്യൂസ് ചെയ്യുന്ന എക്സസ് ഓഫ് ന്യൂട്രോൺസിനെ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ന്യൂക്ലിയർ റിയാക്ടേഴ്സിൽ കാഡ്മിയം റോഡ്സിനെയാണ് ജനറലി യൂസ് ചെയ്യുന്നത്. ഓർത്തു വെച്ചിരിക്കണം, കാഡ്മിയം റോഡ്സിനെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ന്യൂട്രോൺസിന്റെ സ്പീഡിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് മോഡറേറ്റേഴ്സിനെ യൂസ് ചെയ്യും. ജനറലി യൂസ് ചെയ്യുന്ന മോഡറേറ്റേഴ്സ് ആണ് ഗ്രാഫൈറ്റും ഹെവി വാട്ടറും. പിന്നെ ന്യൂക്ലിയർ ഫിഷൻ റിയാക്ഷൻസ് നടന്നിട്ട് എക്സസ് ഓഫ് എനർജി അവർ ഹീറ്റ് ആയിട്ടാണ് ലിബറേറ്റ് ചെയ്യുന്നത്. ആ ലിബറേറ്റ് ചെയ്യുന്ന ഹീറ്റിനെ വേറെ പർപ്പസസിന് വേണ്ടി യൂസ് ചെയ്യും. ഇതാണ് ന്യൂക്ലിയർ റിയാക്ടറിൽ മെയിൻ ആയിട്ട് ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ. ഇനി നമുക്ക് ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ് പഠിക്കാനുള്ളത്. ന്യൂക്ലിയർ ഫ്യൂഷൻ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ന്യൂക്ലിയർ ഫ്യൂഷൻ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം.